ഈ പെനട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക സാധ്യതകളൊക്കെ പരീക്ഷിച്ചായിരിക്കും തെളിവെടുപ്പ് നടക്കുക. കാരണം എന്തായാലും ഇങ്ങനൊരു സീരിയൽ കില്ലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സാധ്യതകൾ ഉപയോഗിച്ചാലും അത് മറന്നീക്കി പുറത്തു വരണം. റാഫി കരീം പറയൂ, ഒരിക്കൽ കൂടി സ്വാഗതം. സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന ചില വിവരങ്ങളുണ്ട്. അസാധാരണ ആത്മവിശ്വാസമാണ് സെബാസ്റ്റ്യൻ പ്രകടിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യലിലെല്ലാം ആ നിലയിലുള്ള പ്രകടനമാണ് സെബാസ്റ്റ്യനിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും. ആദ്യ തിരോധാനം നടക്കുന്നത് 2006 ബിന്ദുവിനെയാണ് 2006 കാണാതാകുന്നത്. പിന്നീട് ഐഷ എന്ന സ്ത്രീ 2012 കാണാതാകുന്നു. അതിനുശേഷം 2020 സിന്ധു എന്ന സ്ത്രീയെ കാണാതാകുന്നു. ഒടുവിൽ 2024 ജൈനമ്മയെ കാണാതാകുന്നു. ഈ ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം, അല്ലെങ്കിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നതും പിന്നീട് കഴിഞ്ഞ 19 വർഷത്തിനുള്ളിൽ ചേർത്തല ഭാഗത്തു നിന്ന് കാണാതായ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായി അത് വിപുലീകരിക്കപ്പെടുന്നതും. ഈ അന്വേഷണത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിൽ അസാധാരണമായ ധൈര്യം കാണിക്കുന്നു. അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നൊരു കാര്യം, ദൃശ്യം മോഡലിലാണ് ഇയാൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എന്നാണ്. പലപ്പോഴും മൗനം പാലിക്കുന്നു. പിന്നീട് വളരെ തെളിവോടുകൂടി നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതിരിച്ചുവിടുന്ന രീതിയിലുള്ള മറുപടികൾ നൽകുന്നു. ഈ നിലയിലാണ് ഇയാൾ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൃശ്യ മോഡലിൽ തന്നെയുള്ള ചില രീതികൾ ഇയാൾ ഈ കൊലപാതകങ്ങൾ നടത്താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീടിനടിയിൽ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൃശ്യം സിനിമയിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു പോലീസ് സ്റ്റേഷനടിയിൽ കോൺക്രീറ്റിങ്ങിന് മുൻപ് ഒരു വലിയ കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിക്കുന്ന രീതി, ആ രീതിയിൽ ഈ കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംശയമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിലയിലുള്ള ഒരു പരിശോധനയിലേക്ക്, അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്, അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടാവർ ഡോഗുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം നടത്തുന്നു. ഇന്നത്തെ തെളിവെടുപ്പ് ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു. ചില പ്രേക്ഷകരൊക്കെ പറയുന്നത് കൂടത്തായി ആകാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.